ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ വീട്ടിൽ തുടക്കത്തിലൊന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഒരുപാട് നാളുകളായി വർക്കൗട്ട് ചെയ്തിട്ട് അതുകൊണ്ട് നല്ല മസിൽ ലോസ് ഉണ്ട്. അത് കണക്ക് തന്നെ ബോഡിക്കകത്ത് ഫാറ്റ് കയറിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുവാണ്. അപ്പം ഒരു വെയിറ്റുകൾ ഞാൻ ഉപയോഗിക്കുന്നില്ല. ഓക്കെ, ബോഡി വെയിറ്റ് വർക്കൗട്ട് മാത്രമാണ്. ഒരു 30 മിനിറ്റ് വർക്കൗട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ വർക്കൗട്ട് നിങ്ങൾക്കും വീട്ടിൽ ഫോളോ ചെയ്യാവുന്നതാണ്. ഓക്കെ, ആ രീതിയിലാണ് ഞാൻ ഈ വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ബോഡി കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഈ ഒരു രീതിയിലാണ് ഇപ്പം നമ്മുടെ ബോഡി ഉള്ളത്. കാരണം യാതൊരുവിധ വർക്കൗട്ടുകളും തന്നെ ചെയ്യുന്നില്ല. ഞാൻ നേരത്തെ ഒരു വീഡിയോ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിപ്പോൾ ഒരു തരത്തിലുള്ള വർക്കൗട്ടുകളും ചെയ്യുന്നില്ല. ഓക്കെ, വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാനിപ്പം ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പം വർക്കൗട്ടുകളെല്ലാം മുടങ്ങിയിരുന്നുകൊണ്ട് തന്നെ ബോഡിക്ക് നല്ല ഒരു പ്രശ്നങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം ഇന്നോട്ട് ഞാനത് പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് മുമ്പോട്ട് പോകാമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ ആണ്. ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. കാരണം ഞാൻ ഫുള്ള് വർക്കൗട്ടും ഞാനത് വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുകയാണ് നിങ്ങൾക്കായിട്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇത് വീട്ടിൽ ഫോളോ ചെയ്യാം. നിങ്ങൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന വർക്കൗട്ട് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഫോളോ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, കാരണം നമ്മൾ യാതൊരുവിധ എക്യുപ്മെൻറ്റ്സുകളും ഉപയോഗിക്കുന്നില്ല ഈ വർക്കൗട്ടിനകത്ത്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ 5 മിനിറ്റ് ആദ്യം വാമപ്പ് സെഷനാണ്. ഓക്കെ, നമ്മൾ ഏതൊരു വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ടും നമ്മൾ വാമപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. അപ്പം ഞാൻ 5 മിനിറ്റ് വാമപ്പ് ചെയ്യുകയാണ്. അപ്പം വാമപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലോട്ട് ഒരു ബ്ലഡ് ഫ്ലോ ഒക്കെ വർദ്ധിപ്പിക്കാനും നമ്മുടെ ജോയിൻസിനൊക്കെ ഒരു നല്ല സ്റ്റിമുലേഷൻ, നല്ലൊരു മൊബിലിറ്റിയൊക്കെ കിട്ടാനൊക്കെ സഹായിക്കുന്ന വർക്കൗട്ടാണ്. നമ്മൾ തുടക്കത്തിൽ ചാടി കയറിയിട്ട് ഹാർഡായിട്ടുള്ള വർക്കൗട്ടുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പല വിധത്തിലുള്ള ഇഞ്ചുറികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജോയിൻസുകളൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് വാമപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇതേ കണക്കൊക്കെ ഞാൻ അല്പം ഇതെനിക്ക് കൈയൊക്കെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, നമ്മുടെ ഷോൾഡറിൻ്റെയൊക്കെ ഒരു മൊബിലിറ്റിക്ക് വേണ്ടിയിട്ട്, ഷോൾഡറിനൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ, കാരണം നമ്മൾ ഉദ്ദേശിച്ച ഫുൾ ബോഡി വർക്കൗട്ട് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫുൾ ബോഡിക്കും ഈ ഒരു വർക്കൗട്ടിൻ്റെ എഫക്റ്റ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ വാമപ്പ് ചെയ്ത് കൊടുക്കുകയാണ്, കൈ റൊട്ടേഷൻ ചെയ്യുകയാണ്. ഓക്കെ, നമ്മുടെ ഫോർ ആംസിനും റെസ്റ്റിനും വേണ്ടിയിട്ടുള്ള ഒരു വാമപ്പാണിത്. ഓക്കെ, തിരിച്ചും മറിച്ചും ഇങ്ങനെ ചെയ്യും. കൂടുതലൊന്നും നമ്മൾ ചെയ്യില്ല. ഒരു 5 മിനിറ്റാണ് നമ്മൾ വാമപ്പിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത്. നിങ്ങളും വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം ഒരു 5 മിനിറ്റ് നിങ്ങൾ വാമപ്പിനായിട്ട് മാറ്റി വെക്കുക. നിർബന്ധമായിട്ട് നിങ്ങൾ വാമപ്പ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം നെക്ക് റൊട്ടേഷൻ ചെയ്യും. ഞാൻ ഇതേപോലെ മുകളിലോട്ടും താഴോട്ടും ഒരു 10 പ്രാവശ്യം ചെയ്യുകയുള്ളൂ. അതിനുശേഷം മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ ചെയ്തതിന് ശേഷം നെക്ക് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, ഇടത്തോട്ടും വലത്തോട്ടും ഒന്ന് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, നമ്മുടെ കഴുത്ത് ഭാഗത്തിനൊക്കെ വളരെ നല്ല ഒരു വാമപ്പാണിത്. അപ്പം ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതാണ് എൻ്റെ ബോഡി തന്നെ ആദ്യം ഞാൻ കാണിച്ചത്. ഓക്കെ, നമ്മുടെ ബോഡി കണ്ടീഷൻ കാണിച്ചത്. ഓക്കെ, കാരണം നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നൊരു സമയത്ത് നമ്മുടെ ബോഡി കണ്ടീഷൻ എങ്ങനെയാണെന്ന് നിങ്ങളോട് അറിഞ്ഞിരിക്കുക. കാരണം നിങ്ങളുടെ ബോഡി ഏത് രീതിയിലാണെന്ന് എനിക്കറിയില്ല. അപ്പം നിങ്ങളും ഏത് ടൈപ്പ് ബോഡി ഉള്ളവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വർക്കൗട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഞാൻ ഈ വർക്കൗട്ട് മാത്രമല്ല ചെയ്യുന്നത്, ഞാനിപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ചെയ്യുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം എനിക്കിനി ഡെയിലി ചെയ്യേണ്ടതായിട്ടുണ്ട്. വർക്കൗട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതെനിക്ക് ഡെയിലി ഓരോരോ വർക്കൗട്ടുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാനതൊക്കെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിക്കാം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കിത് ഫോളോ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടാണ്. നിങ്ങൾക്ക് വീട്ടിൽ ചെയ്തുകൊണ്ട് ഒരു നല്ല ഒരു ഫിസിക്കൊക്കെ നിങ്ങൾക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പം എൻ്റെ വാമപ്പ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ കൈയൊക്കെ ഒന്ന് മുകളിലോട്ടും താഴോട്ടും ഒക്കെ ഒന്ന് ചെയ്യുകയാണ്. ഓക്കെ, നമ്മുടെ ഷോൾഡറിന് വേണ്ടിയിട്ടും ചെസ്റ്റിന് വേണ്ടിയിട്ടും ഒക്കെ. അതിനുശേഷം ഒരു ഹിപ്പ് റൊട്ടേഷൻ ചെയ്യും. ഓക്കെ, നമ്മുടെ ആ ഒരു ഹിപ്പ് ഭാഗത്തിനൊക്കെ, കാരണം നമ്മൾ കുനിഞ്ഞും നീന്നുമൊക്കെ ഉള്ള വർക്കൗട്ടുകളായതുകൊണ്ട് തന്നെ നമ്മുടെ ലോവർ ബാക്കിനൊക്കെ ഒരല്പം വാമപ്പ് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ഹിപ്പ് റൊട്ടേഷൻ ചെയ്യും, തിരിച്ചും മറിച്ചും. ഓക്കെ, ഒരു 10 പ്രാവശ്യം വെച്ചാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഫുള്ളായിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ ലെങ്തിയാണ്. നിങ്ങൾ ക്ഷമയോടുകൂടി കാണുക. കാരണം വെച്ചാൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്നതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, കാരണം നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇത് ചെയ്ത് കാണിക്കുന്നത്. അപ്പം ഇതാണ് അടുത്ത എൻ്റെ വാമപ്പ്. ഓക്കെ, ഒന്ന് കുനിയുകയും നീരുകയും ചെയ്യുക, കൈകൾ ഉയർത്തിക്കൊണ്ട്. ഓക്കെ, ഇതൊരു 10 പ്രാവശ്യം ഇങ്ങനെ ചെയ്യും. ഓക്കെ, അപ്പം മിക്കവാറും ആൾക്കാരൊക്കെ ഈ വാമപ്പിൻ്റെ ഇതിനെക്കുറിച്ചൊന്നും അവർക്ക് അറിയില്ല. കാരണം വാമപ്പ് ചെയ്യാൻ മടിക്കുന്നവരാണ് ഭൂരിഭാഗം ആൾക്കാരും. ജിമ്മിൽ പോയിട്ട് വാമപ്പ് ചെയ്യാതെ വർക്കൗട്ട് ചെയ്യുക, ജിമ്മിൽ പോയിട്ട് വാമപ്പ് ചെയ്യാതെ ഹെവി വെയിറ്റുകളെടുത്ത് പൊക്കുക, ഇങ്ങനെയൊക്കെ പല ചെറുപ്പക്കാരും ചെയ്യുന്ന തെറ്റായിട്ടുള്ള പ്രവണതകൾ അവരുടെ ജീവന് തന്നെ അപകടങ്ങൾ സംഭവിപ്പിക്കാനായിട്ട് കാരണമാകാറുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വാമപ്പ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ നമ്മൾ മാറ്റി വെക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമുക്ക് വാമപ്പ് ചെയ്യുന്നുണ്ട് വളരെ ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾ വാമപ്പ് ഒരിക്കലും മുടക്കാതിരിക്കുക. അപ്പം കൃത്യം 5 മിനിറ്റാണ് ഞാൻ എൻ്റെ വാമപ്പിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നത്. ഓക്കെ,
അടുത്തായിട്ട് ഞാൻ ഒരു ഫ്രീ സ്കോട്ട് ഇങ്ങനെ ചെയ്യും. നമ്മുടെ കാലുകൾക്കൊക്കെ ഒരു ബ്ലഡ് ഫ്ലോ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഒരു മൊബിലിറ്റി ഫ്ലെക്സിബിലിറ്റിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും നമ്മൾ അറിയിക്കുകയാണ്, നമ്മളൊരു വർക്കൗട്ടിലോട്ട് പോവുകയാണ്. അതിന് മുമ്പായിട്ട് നമ്മുടെ ശരീരഭാഗങ്ങളെല്ലാം അലേർട്ട് ആവേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ വാമപ്പ് ചെയ്യുന്നത്. ഓക്കെ, കാരണം നമ്മളൊരു വലിയ പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പായിട്ട് കുഞ്ഞു കുഞ്ഞു പ്രവൃത്തികൾ ചെയ്ത് നമ്മൾ നമ്മുടെ ബോഡിയെ അറിയിക്കുകയാണ് നമ്മളൊരു വലിയ പ്രവൃത്തി ചെയ്യാൻ പോവുകയാണെന്നുള്ളത്. അതുകൊണ്ട് അത് തന്നെയാണ് നമ്മൾ വാമപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിനുശേഷം ചെറുതായിട്ടൊന്ന് ജമ്പ് ചെയ്യുക. ജമ്പ് ചെയ്യുന്ന നമ്മുടെ ഹാർട്ടിലോട്ടൊക്കെ ഉള്ള ബ്ലഡ് ഫ്ലോ ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായമാകും. നമ്മുടെ ഒരു ഹാർട്ടിൻ്റെയൊക്കെ ഒരു പ്രവർത്തനമൊക്കെ ഒന്ന് ത്വരിതപ്പെടുത്താനായിട്ട്, ശക്തിപ്പെടുത്താനായിട്ട് സഹായിക്കും ചെറിയ തോതിലുള്ള ജമ്പിങ് അല്ലെ വാക്കിങ്. ഓക്കെ, ഇപ്പം ഞാൻ റൂമിൽ തന്നെ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ചെറിയ തോതിൽ ജമ്പിങ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഇന്ന് വെയിറ്റുകളൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല വർക്കൗട്ടിന്. അടുത്തായിട്ട് ചെറുതായിട്ട് ഒരു സ്ട്രെച്ചിങ്. ഓക്കെ, ഇങ്ങനെ കൈകളൊന്ന് വെറുതെ ഇങ്ങനെ സൈഡിലോട്ട് പിടിച്ച് ഒരു സ്ട്രെച്ചിങ് നമ്മുടെ ഷോൾഡറിനൊക്കെ വേണ്ടിയിട്ട്. അപ്പം ഞാൻ കറക്റ്റ് സമയം നോക്കിയിട്ടാണ് ഈ വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വർക്കൗട്ട് ഫോളോ ചെയ്യാൻ ഞാൻ പറയുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പം ഇൻറ്റൻസിറ്റി കൂടിയ വർക്കൗട്ട് തന്നെയാണ്. നിങ്ങൾ ചെയ്ത് ശീലമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടുകളൊക്കെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ തന്നെ വീട്ടിൽ ചെയ്യുന്ന വർക്കൗട്ടായതുകൊണ്ട് ഞാനത് ഫോളോ ചെയ്യാൻ പറയുന്നില്ല. തുടക്കക്കാർ ഫോളോ ചെയ്യാൻ ഞാൻ പറയുന്നില്ല. പക്ഷേ ചെയ്ത് ശീലമുള്ളവർക്ക് നല്ലൊരു ഫിസിക് ഉണ്ടാകാനായിട്ട് പറ്റിയ വർക്കൗട്ടുകൾ തന്നെയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇതോടുകൂടി എൻ്റെ വാമപ്പ് സെഷൻ അവസാനിച്ചിരിക്കുകയാണ്. അടുത്തായിട്ട് എൻ്റെ ഫസ്റ്റ് വർക്കൗട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ജമ്പിങ് ജാക്സ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ജമ്പിങ് ജാക്സ് വളരെ നല്ല ഒരു വർക്കൗട്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ ജമ്പിങ് ജാക്സിലാണ് തുടങ്ങുന്നത്. ഒരു കാർഡിയോ എക്സസൈസാണ്. ഓക്കെ, അപ്പോൾ ജമ്പിങ് ജാക്സ് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ 25 റെപ്സിൻ്റെ 3 സെറ്റാണ് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതേ കണക്കാണ് ഞാൻ ജമ്പിങ് ജാക്സ് ചെയ്യുന്നത്. മാക്സിമം നല്ല രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പം ഞാനിത് ചെയ്യുന്ന സമയത്ത് ഞാൻ 25 റെപ്സ് ചെയ്തതിന് ശേഷം ഞാനൊരു 10-15 സെക്കൻഡ് ഞാൻ റെസ്റ്റ് കൊടുക്കും ബോഡിക്ക്. അതാണ് എൻ്റെ വർക്കൗട്ടിൻ്റെ രീതി എന്ന് പറയുന്നത്. ഒരു 15 സെക്കൻഡോളം ഞാൻ റെസ്റ്റ് എടുക്കും. അതിനുശേഷമായിരിക്കും ഞാൻ സെക്കൻഡ് വർക്കൗട്ടിലോട്ട് പോകുന്നത്, സെക്കൻഡ് നമ്മുടെ സെറ്റിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പം രണ്ടാമത്തെ സെറ്റ് ഇതാണ്. ഈ 3 സെറ്റുകളും കറക്റ്റ് 25 റെപ്സ് വെച്ചാണ് ചെയ്യുന്നത്. കാരണം ഞാനും ഒരുപാട് കാലങ്ങളായിട്ട് വർക്കൗട്ട് ചെയ്യാതിരിക്കുന്നുണ്ട് തന്നെ എനിക്കും ഒരുപാട് നേരം ഇപ്പോൾ ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കൺട്രോൾ ചെയ്ത് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. 25 റെപ്സിൻ്റെ 3 സെറ്റ്. ഓക്കെ, ഇത് നമ്മുടെ പേശികളൊക്കെ ഒന്ന് ഉണർത്തും, നമ്മുടെ ഹാർട്ടിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ ഒക്കെ ഒന്ന് വർദ്ധിപ്പിക്കും. അതിലുപരിയായിട്ട് നല്ലൊരു കാർഡിയോ എക്സസൈസാണ്, നല്ല ഒരു ഫാറ്റ് ബേണിങ് വർക്കൗട്ടാണ്. ഓക്കെ, നിങ്ങൾ ഫാറ്റ് ബേണിങ്ങിനൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാറ്റ് ബേണിങ്ങിന് വേണ്ടിയിട്ടും ഈ ഒരു വർക്കൗട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഞാനിന്ന് ഈ കാണിച്ചിരുന്ന വർക്കൗട്ടുകൾ നിങ്ങൾക്ക് ഫാറ്റ് ബേണിങ്ങിന് വേണ്ടിയും ചെയ്യാവുന്ന ഒരു വർക്കൗട്ട് രീതിയാണ്. നിങ്ങൾക്ക് മസിൽ ബിൽഡിങ്ങിന് വേണ്ടിയിട്ടും ചെയ്യാവുന്ന ഒരു രീതിയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ 2 സെറ്റ് കംപ്ലീറ്റ് ആയി. അടുത്തായിട്ട് ഞാൻ 3ാമത്തെ സെറ്റിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ വിശദമായിട്ട് തന്നെ പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ക്ഷമിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും കൂടെ ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ തന്നെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു തരുന്നത്. ഇതാണ് എൻ്റെ 3ാമത്തെ സെറ്റ് എന്ന് പറയുന്നത്. 25 റെപ്സിൻ്റെ നമ്മുടെ 3ാമത്തെ സെറ്റും ഈ ഒരു വർക്കൗട്ടോടുകൂടി കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അടുത്തായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞത് 1 മിനിറ്റോളം റെസ്റ്റ് എടുക്കും. ഓക്കെ, 3 വർക്കൗട്ട് കഴിഞ്ഞ് 3 സെറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മിനിറ്റോളം എൻ്റെ റെസ്റ്റ് ടൈമാണ്. ആ സമയത്ത് ഞാൻ ചിലപ്പം വെള്ളമൊക്കെ കുടിക്കാറുണ്ട്. ഓക്കെ, ഞാൻ വെള്ളത്തിൻ്റെ ഒരു ജഗ് തന്നെ അടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. നിങ്ങളും വെള്ളം കുടിക്കുക വർക്കൗട്ട് ചെയ്യുന്നതിനിടയ്ക്ക്, യാതൊരു കുഴപ്പങ്ങളുമില്ല. അപ്പം അടുത്തായിട്ട് നമ്മുടെ മെയിനായിട്ടുള്ള വർക്കൗട്ട് എന്ന് പറയുന്നത് പുഷപ്സ് ആണ്. ഓക്കെ, അപ്പം പുഷപ്സ് ഞാൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പുഷപ്സ് ഞാൻ ചെയ്യുന്നത് 12 റെപ്സിൻ്റെ 3 സെറ്റാണ് ചെയ്യുന്നത്. ഓക്കെ, അത് കൃത്യമായ ഫോമിൽ തന്നെ ഒരു സ്ലോ മൂവ്മെൻറ്റിലായിരിക്കും ഞാൻ പുഷപ്സ് ചെയ്യുന്നത്. അപ്പം ഇത് ഞാൻ 12 റെപ്സിൻ്റെ 3 സെറ്റ് ചെയ്യും. ഓക്കെ ഫ്രണ്ട്സ്, മാക്സിമം ഇത് നമുക്കെല്ലാവർക്കും അറിയാം. പുഷപ്സ് എന്ന് പറയുന്നത് വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. നമ്മുടെ ചെസ്റ്റിന്, ബാക്കിന്, ഷോൾഡറിന്, നമ്മുടെ ട്രൈസെപ്സിനെയൊക്കെ ആക്ടിവേഷൻ ചെയ്യിപ്പിക്കുന്ന ഒരു നല്ലൊരു വർക്കൗട്ടാണ് പുഷപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പുഷപ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒരു പൊസിഷനിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം അതിനുശേഷം ഞാൻ എൻ്റെ ആദ്യത്തെ സെറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു 10 സെക്കൻഡ് റെസ്റ്റ് എടുക്കുകയാണ്. 10-15 സെക്കൻഡ് റെസ്റ്റ് എടുക്കും. ഓക്കെ, ചെറുതായിട്ട് ബോഡിയൊക്കെ ഒന്ന് അനക്കി ആ ഒരു രീതിയിലൊക്കെ ഒന്ന് ഇരിക്കും. അതിനുശേഷം രണ്ടാമത്തെ സെറ്റിലോട്ട് പോവുകയാണ്. 3 സെറ്റും 12 റെപ്സ് വെച്ച് മാക്സിമം ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ സെറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, കമാൺ. 1. മാക്സിമം ചെസ്റ്റ് നമ്മൾ ആ താഴെ തന്നെ ആ ഫ്ലോറിൽ തന്നെ മുട്ടിച്ചുകൊണ്ട് തന്നെ ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. അതേ കണക്ക് തന്നെ എൽബോ ഒക്കെ കറക്റ്റ് പൊസിഷനിൽ തന്നെ ആക്കിക്കൊണ്ട് ചെയ്യണം.
കാരണം നമ്മൾ ഏതൊരു വർക്കൗട്ട് ചെയ്യുമ്പോഴും നല്ല കൃത്യമായ ഫോമിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം അല്ലെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നമുക്ക് ഇഞ്ചുറികൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അങ്ങനെ രണ്ടാമത്തെ സെറ്റും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി മൂന്നാമത്തെ സെറ്റിലോട്ട് പോകാനായിട്ട് പോവുകയാണ്. നല്ല ഒരു അടിപൊളി ഒരു വർക്കൗട്ട് രീതിയാണിത്. ഓക്കെ, നിങ്ങൾക്ക് വീട്ടിൽ ഫോളോ ചെയ്തുകൊണ്ട് കൃത്യമായ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. അപ്പം രണ്ട് സെറ്റ് പൂർത്തിയായി. ഇനി അടുത്ത മൂന്നാമത്തെ സെറ്റ് ഒരു 15 സെക്കൻഡ് റെസ്റ്റ് എടുത്തു ഞാൻ. അതിനുശേഷം മൂന്നാമത്തെ സെറ്റിലോട്ട് പോവുകയാണ്. മൂന്നാമത്തെ സെറ്റും 12 റെപ്സാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ എൻ്റെ വർക്കൗട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 12 റെപ്സ് മാക്സിമം ചെയ്യും. ഓക്കെ, അങ്ങനെ 3 സെറ്റും നമ്മൾ 12 റെപ്സിൻ്റെ കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പം ഈ ഒരു വർക്കൗട്ട് കഴിഞ്ഞിട്ട് പിന്നെ 1 മിനിറ്റ് നമ്മൾ റെസ്റ്റ് എടുക്കുന്നതായിരിക്കും. 1 മിനിറ്റ് റെസ്റ്റിന് ശേഷം നമ്മൾ അടുത്ത വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പം കൃത്യമായൊരു ടൈമിങ് വെച്ചിട്ട് ഞാൻ ചെയ്യുകയാണ്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് കൃത്യമായിട്ട് തന്നെ ഞാനങ്ങനെ പറഞ്ഞു പോകുന്നത്. അപ്പം എൻ്റെ മൂന്നാമത്തെ വർക്കൗട്ടിലോട്ട് ഞാൻ പോവുകയാണ്. മൂന്നാമത്തെ വർക്കൗട്ട് നമ്മുടെ ലോവർ ബോഡി എക്സസൈസ് ആയിട്ടുള്ള സ്ക്വാട്ടാണ്. ഓക്കെ, നമ്മുടെ ഏറ്റവും നല്ല വർക്കൗട്ടുകളിലൊന്നാണ് നമ്മുടെ ലോവർ ബോഡിക്ക്, നമ്മുടെ തൈസിന് ഹാംസ്ട്രിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വർക്കൗട്ടാണ്. അപ്പം ഇത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 3 സെറ്റാണ്, 15 റെപ്സിൻ്റെ 3 സെറ്റ്. ഓക്കെ, അപ്പം ഇതും ചെയ്യുന്ന സമയത്ത് ബോഡി പോസ്ചർ കൃത്യമാക്കിക്കൊണ്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, നമ്മൾ ഒരു തരത്തിലും നമ്മൾ ഫോം തെറ്റിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ ഫോമൊക്കെ കറക്റ്റാക്കിക്കൊണ്ട് തന്നെ വർക്കൗട്ട് ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം 15 റെപ്സിൻ്റെ നമ്മുടെ ഫസ്റ്റ് സെറ്റാണിത്. ഓക്കെ, അപ്പം നമ്മുടെ 15 റെപ്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അടുത്തായിട്ട് ഒരു 15 സെക്കൻഡ് റെസ്റ്റ് എടുക്കുന്നു. ഇനി നമ്മൾ രണ്ടാമത്തെ സെറ്റിലോട്ട് കടക്കാൻ പോവുകയാണ്. നമ്മൾ ഫുൾ ബോഡിയും ആക്ടിവേഷൻ ചെയ്യിപ്പിക്കുന്ന വർക്കൗട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ലോവർ ബോഡിയും അപ്പർ ബോഡിയും എല്ലാം ആക്ടിവേഷൻ ചെയ്യിപ്പിക്കുന്ന വർക്കൗട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ലോവർ ബോഡിക്കുള്ള സ്ക്വാട്ടിൻ്റെ നമ്മുടെ രണ്ടാമത്തെ സെറ്റ് ആരംഭിക്കുകയാണ്. 15 റെപ്സിൻ്റെ 1 2 3 4 5 6 7 8 9 10. Come on, 5 more. 1 2 3 4 5. ഓക്കെ, അപ്പം അങ്ങനെ രണ്ടാമത്തെ സെറ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. വീണ്ടും 15 സെക്കൻഡ് റെസ്റ്റിലോട്ട് പോകുന്നു. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെനിക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം. അപ്പോൾ ജിമ്മിൽ വേണോ അതോ വീട്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ ഒരു കൺഫ്യൂഷനിലായിരുന്നു. അപ്പം ഞാനിപ്പോൾ വിചാരിച്ച് വീട്ടിലൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന്. ഓക്കെ, കാരണം നമ്മൾ വർക്കൗട്ട് ഒരുപാട് ദിവസം ഇങ്ങനെ മുടക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ള ആ ഒരു നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് മാറിപ്പോവും. അപ്പം മൂന്നാമത്തെ സെറ്റിലോട്ട് പോവുകയാണ്. മൂന്നാമത്തെ സെറ്റ് വീണ്ടും 15 റെപ്സ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. 2 3. ഏത് വർക്കൗട്ടുകൾ ചെയ്യുമ്പോഴും നിങ്ങളുടെ ബോഡി പോസ്ചർ നിങ്ങൾ കൃത്യമാക്കിക്കൊണ്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അതിനൊക്കെ ബ്രീത്തിങ് കൃത്യമാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമ്മളെപ്പോഴും ഞാൻ ബ്രീത്തിങ്ങിനെ കുറിച്ചൊക്കെയുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ബ്രീത്തിങ് എപ്പോഴും വർക്കൗട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ബ്രീത്തിങ്ങും നമുക്ക് വളരെ അത്യാവശ്യമാണ്. നല്ല പ്രോപ്പറായിട്ടുള്ള ബ്രീത്തിങ് അത് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇതോടുകൂടി നമ്മുടെ സ്ക്വാട്ട് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ 1 മിനിറ്റ് റെസ്റ്റ് എടുക്കും. 1 മിനിറ്റ് റെസ്റ്റിന് ശേഷം നമ്മുടെ അടുത്ത വർക്കൗട്ടിലോട്ട് കിടക്കുവാണ്. അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് പ്ലാങ്ക് ആണ്. ഓക്കെ, പ്ലാങ്ക് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കോർ സ്ട്രെങ്തനിങ് വർക്കൗട്ടാണ് പ്ലാങ്ക് എന്ന് പറയുന്നത്. നല്ല നമ്മുടെ ബോഡി പോസ്ചറൊക്കെ കൃത്യമാക്കാൻ സഹായിക്കുന്ന നമുക്ക് വളരെ നല്ല ഒരു വർക്കൗട്ടാണ് പ്ലാങ്ക് എന്ന് പറയുന്നത്. അപ്പം പ്ലാങ്ക് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഫോമിൽ എത്ര സമയം ഹോൾഡ് ചെയ്യാൻ പറ്റുന്നോ അത്ര സമയം ഹോൾഡ് ചെയ്ത് നിൽക്കും. ഓക്കെ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിന് ഞാനൊരു ടൈം ഞാൻ വെച്ചിട്ടില്ല. കാരണം വെച്ചാൽ എന്നെക്കൊണ്ട് 40 സെക്കൻഡ് ആണെങ്കിൽ 40 സെക്കൻഡ്, 30 സെക്കൻഡ് ആണെങ്കിൽ 30 സെക്കൻഡ് ഞാൻ ഫെയിലിയർ ആവുന്നവരെ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് എൻ്റെ ഫസ്റ്റ് സെറ്റ്. ഇങ്ങനെ ഞാൻ 3 സെറ്റാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ പ്ലാങ്ക് ചെയ്യുന്ന സമയത്ത് ബോഡി പോസ്ചർ ഇതേ കണക്ക് തന്നെ ആയിരിക്കണം. ഓക്കെ, ഒരുപാട് കൂനിയോ അല്ലെങ്കിൽ ഒരു തെറ്റായിട്ടുള്ള ഒരു ഫോമിൽ ഒരിക്കലും പ്ലാങ്ക് ചെയ്യാതിരിക്കുക. പ്ലാങ്ക് ചെയ്യുന്നത് നമ്മുടെ കോർ മസിലിന് നല്ല ഒരു വർക്കൗട്ടാണ്. നമ്മുടെ ആപ്സിനെയൊക്കെ ഒന്ന് ട്യൂൺ ചെയ്യിപ്പിക്കാനായിട്ടൊക്കെ നല്ല ഒരു വർക്കൗട്ടാണ്. ബോഡി പോസ്ചർ കൃത്യമാക്കാൻ സഹായിക്കുന്ന വർക്കൗട്ടാണ്. നമുക്ക് നല്ലൊരു പവർ, നമ്മുടെ ബോഡിക്ക് ഒരു പവർ തരാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ്. അപ്പം മാക്സിമം ഞാൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓക്കെ,
ഏകദേശം ഒരു 40 സെക്കൻഡോളം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 40-50 സെക്കൻഡോളം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു 15 സെക്കൻഡ് റെസ്റ്റ് എടുക്കുന്നു. ശരിക്കും ഇത്രയും ചെയ്തപ്പോൾ തന്നെ നല്ല ഒരു ടയേർഡായിട്ടുണ്ട്, ശരീരം വിയർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഫാറ്റ് ബേണിങ് ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ഫോളോ ചെയ്യാം. വളരെയേറെ നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങളുടെ ഫാറ്റ് ബേണിങ്ങിനായിട്ട്. ഓക്കെ, ഈ ഒരു വർക്കൗട്ട് രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും 15 സെക്കൻഡ് റെസ്റ്റിന് ശേഷം രണ്ടാമത്തെ ഒരു സെറ്റിലോട്ട് പോവുകയാണ്. രണ്ടാമത്തത് ഞാൻ മാക്സിമം സമയം പിടിച്ചിരിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പം രണ്ടാമത്തെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതാണ് എൻ്റെ രണ്ടാമത്തെ സെറ്റ്. ഞാനിതിപ്പം എൻ്റെ റൂമിനകത്താണ് ഈ വർക്കൗട്ട് ചെയ്യുന്നത്. യാതൊരു തരത്തിലുള്ള വെയിറ്റുകളും ഞാൻ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, നിങ്ങളത് കാണുന്നുണ്ടല്ലോ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത്. യാതൊരു തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സും ഞാൻ ഉപയോഗിക്കുന്നില്ല. ഒൺലി ബോഡി വെയിറ്റ്. പക്ഷേ വളരെ എഫക്റ്റീവായിട്ടുള്ള വർക്കൗട്ടുകളാണ്. ഫുൾ ബോഡിയും ആക്ടിവേഷൻ ആക്കാൻ സഹായിക്കുന്ന വർക്കൗട്ടാണ്. നിങ്ങൾ ഈ ഒരു വർക്കൗട്ട് നിങ്ങൾ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മറ്റുള്ള വർക്കൗട്ടുകളൊന്നും തന്നെ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആഴ്ചയിൽ ഒരു 3 ദിവസം നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ഫോളോ ചെയ്യാം. നിങ്ങൾ ഇടവിട്ട ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഓക്കെ, ദിവസേന ചെയ്യരുത്, ഇടവിട്ട ദിവസങ്ങളിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. നല്ല റിസൾട്ട് നിങ്ങൾക്ക് കൊണ്ടുതരും. അപ്പം എൻ്റെ രണ്ടാമത്തെ സെറ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി അടുത്ത വീണ്ടും ഒരു 15 സെക്കൻഡ് റെസ്റ്റ് എടുക്കും. പിന്നെ മൂന്നാമത്തെ സെറ്റിലോട്ട് കിടക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞാൻ അല്പം വെള്ളം കുടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ടയർഡായിട്ടുണ്ട്, നല്ല രീതിയിൽ വിയർക്കാൻ തുടങ്ങിയിട്ടുണ്ട് ബോഡി. കാരണം നമ്മൾ ഏകദേശം ഒരു 4ാമത്തെ വർക്കൗട്ടാണ് ചെയ്യുന്നത്. പക്ഷേ 4ാമത്തെ വർക്കൗട്ട് ചെയ്തപ്പോൾ തന്നെ ശരിക്കും ബോഡി വിയർക്കാൻ തുടങ്ങി. ശരിക്കും നല്ല എഫക്റ്റീവായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മൾ 3 സെറ്റ് വെച്ചാണ് ചെയ്യുന്നത്. ഓക്കെ, ചെയ്ത് പോകുമല്ല, 3 സെറ്റ് വെച്ചാണ് ചെയ്യുന്നത്. അപ്പം എൻ്റെ മൂന്നാമത്തെ സെറ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പ്ലാങ്കിൻ്റെ എൽബോ പ്ലാങ്ക് എന്നാണ് ഈ ഒരു വർക്കൗട്ടിൻ്റെ പേര്. ഓക്കെ, നമ്മുടെ എൽബോയിലാണ് നമ്മൾ ഇങ്ങനെ ഒരു പൊസിഷനിൽ നിൽക്കുന്നത്. പുഷപ്പിൻ്റെ പൊസിഷനിൽ നമുക്ക് ചെയ്യാം, തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുഷപ്പിൻ്റെ പൊസിഷനിൽ ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ എഫക്റ്റീവ് ഇങ്ങനെ ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുഷപ്സിൻ്റെ പൊസിഷനിൽ ചെയ്യുക. പക്ഷേ ബോഡി പോസ്ചർ എപ്പോഴും കൃത്യമാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, തെറ്റായ രീതിയിൽ ചെയ്യരുത്. ആവർത്തിച്ച് ഞാൻ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ക്ഷമിക്കുക. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ, നിങ്ങൾ വർക്കൗട്ടിനെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കാണുക. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് എത്ര റെപ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, റെസ്റ്റ് ടൈം വരെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ 3 വർക്കൗട്ടുകൾ 3 സെറ്റും കംപ്ലീറ്റായി പ്ലാങ്കിൻ്റെ. ഓക്കെ, അപ്പം 1 മിനിറ്റ് റെസ്റ്റിന് ശേഷം അടുത്ത എൻ്റെ ഒരു വർക്കൗട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പിരമിഡ് പുഷപ്സ് ആണ്. ഓക്കെ, പിരമിഡ് പുഷപ്സ് കൈകളിങ്ങനെ വെച്ച് ചെയ്യുന്നൊരു വർക്കൗട്ടാണ്. പിരമിഡ് പുഷപ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രൈസെപ്സ് മസിലിനെ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആക്കുന്നുണ്ട്. അത് കണക്ക് ചെസ്റ്റ് മസിലിനെ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആക്കുന്ന ഒരു വർക്കൗട്ടാണ് ഈ പിരമിഡ് പുഷപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് പിരമിഡ് പുഷപ്സ് ചെയ്യുന്നത്. അപ്പം ഞാൻ പിരമിഡ് പുഷപ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 12 റെപ്സിൻ്റെ 3 സെറ്റാണ്. ഓക്കെ, 12 റെപ്സിൻ്റെ 3 സെറ്റ്. അപ്പം കൃത്യമായ ഇതേ കണക്ക് ബോഡി പോസ്ചർ കൃത്യമാക്കിക്കൊണ്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പം ഇതാണ് എൻ്റെ പിരമിഡ് പുഷപ്പിൻ്റെ ഫസ്റ്റ് സെറ്റ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ട്രൈസെപ്സ് മസിലിനെയും നമ്മുടെ ചെസ്റ്റ് മസിലിനെയും ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു വർക്കൗട്ടാണ്. ഓക്കെ, അങ്ങനെ 12 റെപ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. കണ്ടില്ലേ, ഞാൻ എൻ്റെ വിയർപ്പ് തുറച്ച് കളഞ്ഞത് കാരണം വെച്ചാൽ അത്രത്തോളം ഞാൻ ടയർഡായിട്ടുണ്ട്. ശരിക്കും എഫക്റ്റീവായിട്ടുള്ള വർക്കൗട്ടാണ്. അപ്പം ഒരു 15 സെക്കൻഡ് റെസ്റ്റ് എടുക്കുന്നു. അതിനുശേഷം അടുത്ത സെറ്റിലോട്ട് നമുക്ക് പ്രവേശിക്കാം. അപ്പം അടുത്ത സെറ്റിലോട്ട് പോവുകയാണ്. ഓക്കെ, ആ ഒരു 15 സെക്കൻഡ് എന്നുള്ളത് നിങ്ങൾ കൃത്യമാക്കിക്കൊണ്ട് തന്നെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ഒരല്പം കൂട്ടിയെടുത്താലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ എന്നാലും 15 സെക്കൻഡോളം മാത്രം അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം നമ്മളൊരു 30 മിനിറ്റിനുള്ളിൽ ചെയ്ത് തീർക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്ന വർക്കൗട്ടുകൾ മുഴുവൻ. ഓക്കെ, അപ്പം രണ്ടാമത്തെ സെറ്റ് 1 2 3 4. ഉയരുന്ന സമയത്ത് മാക്സിമം ട്രൈസെപ്സ് സ്ക്വീസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അതിനൊക്കെ തന്നെ ഫുള്ളായിട്ട് തന്നെ താഴാനായിട്ട് ഞാൻ ശ്രമിക്കും. ഓക്കെ, അല്ലാതെ ഒരു ഹാഫ് മോഷൻ റേഞ്ചിലല്ല ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത്. ഫുള്ളായിട്ട് തന്നെ ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പം ആ ഒരു വർക്ക് സെറ്റും കഴിഞ്ഞിരിക്കുകയാണ്. ട്രൈസെപ്സിന് ശരിക്കും ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളൊരു വർക്കൗട്ടാണ് ഇതൊക്കെ. അപ്പം ഒരു 15 സെക്കൻഡ് നമ്മൾ റെസ്റ്റ് എടുക്കുന്നു. അതിനുശേഷം നമ്മൾ നമ്മുടെ മൂന്നാമത്തെ സെറ്റിലോട്ട് കിടക്കാൻ പോവുകയാണ്.
അങ്ങനെ മൂന്നാമത്തെ സെറ്റ് ഞാൻ ചെയ്യുവാണ്. കമോൺ. ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ കണ്ടു കഴിഞ്ഞുള്ളൊരു പ്രയോജനം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് യാതൊരു ട്രെയിനറുടെയോ ആരുടെയും തന്നെ ആവശ്യമില്ലാതെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ വർക്കൗട്ട് ചെയ്ത് തുടങ്ങാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കണ്ടുള്ള ഒരു പ്രയോജനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എൻ്റെ മൂന്നാമത്തെ സെറ്റാണിത്. മാക്സിമം ഞാൻ 12 റെപ്സും തന്നെ ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഓക്കെ, അങ്ങനെ എൻ്റെ മൂന്നാമത്തെ സെറ്റും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഞാൻ 3 സെറ്റും കറക്റ്റ് 12 റെപ്സ് വെച്ച് ഞാൻ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അപ്പം എൻ്റെ ഈ ഒരു വർക്കൗട്ട് കഴിഞ്ഞിരിക്കുന്നു. 3 സെറ്റും ഞാൻ കംപ്ലീറ്റ് ചെയ്തു, ഫുൾ റെപ്സും കംപ്ലീറ്റ് ചെയ്തു. അപ്പം അടുത്തായിട്ട് എൻ്റെ വർക്കൗട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് 1 മിനിറ്റ് ഞാൻ ഒന്ന് റെസ്റ്റ് കൊടുക്കുകയാണ് ബോഡിക്ക്. ഓക്കെ, റെസ്റ്റ് കൊടുത്തു. അതിനുശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു ടവൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു ടവലിൻ്റെ ആവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ടവൽ എടുത്തു. ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ബെൻഡ് ഓവർ റോയാണ്. ഓക്കെ, ടവൽ വെച്ചിട്ടാണ് ഞാൻ ബെൻഡ് ഓവർ റോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പൊസിഷനിലുണ്ട്, ഇതേ കണക്കാണ് ഞാൻ ബെൻഡ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് 12 റെപ്സിൻ്റെ 3 സെറ്റാണ്. അപ്പം ഈ ഒരു വർക്കൗട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് മസിലിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മുടെ അപ്പർ ബാക്കിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നത്. അത് മാക്സിമം ടവൽ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. താഴോട്ട് ഇറക്കുമ്പോഴും മുകളിലോട്ട് അങ്ങോട്ട് നമ്മൾ മുകളിലോട്ട് സ്ക്വീസ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ടവൽ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പർ ബാക്കിന് വേണ്ടിയിട്ട് ചെയ്യുന്ന വർക്കൗട്ടാണ്. അപ്പം ഇത് ഞാൻ 12 റെപ്സിൻ്റെ 3 സെറ്റാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഒരു സെറ്റ് കംപ്ലീറ്റ് ആയിരിക്കുന്നു. ശരിക്കും ടയർഡായതുകൊണ്ട് വെള്ളം കുടിക്കാനായിട്ട് പോവുകയാണ്. കാരണം വെള്ളം കുടിച്ചുകൊണ്ട് തന്നെ വർക്കൗട്ട് ചെയ്യണം. ചില ആൾക്കാർ വർക്കൗട്ട് ചെയ്യുമ്പം വെള്ളം കുടിക്കരുതെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് തെറ്റായിട്ടുള്ള തെറ്റിദ്ധാരണകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. വർക്കൗട്ട് ചെയ്യുന്നിടയ്ക്ക് നിങ്ങൾ ടയേർഡ് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വെള്ളം നിങ്ങൾക്ക് ശരിക്കും കുടിക്കാം, യാതൊരു പ്രശ്നങ്ങളും തന്നെ ഇല്ല. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ വർക്കൗട്ടിലോട്ട് ഞാൻ പോവുകയാണ്. ഓക്കെ, ഇത് നമ്മൾ ഡമ്പലും ബാർബലും ഒക്കെ വെച്ച് ചെയ്യുന്ന ഒരു വർക്കൗട്ടാണ്. അപ്പം നമ്മൾ ഇന്ന് ബോഡി വെയ്റ്റ് വർക്കൗട്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ യാതൊരു തരത്തിലും എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ ടവൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ രണ്ടാമത്തെ സെറ്റിലോട്ട് പോകുന്നു. സ്ക്വീസ് യുവർ ബാക്ക്. ഓക്കെ, ഞാൻ എൻ്റെ ബാക്കിനെ ഞാൻ മാക്സിമം സ്ക്വീസ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. നിങ്ങളും അങ്ങനെ ചെയ്യുന്ന സമയത്ത് ബാക്കിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് മാക്സിമം സ്ക്വീസ് ചെയ്യുക ബാക്കിനെ. ഓക്കെ, ബാക്കിലോട്ട് ഫോക്കസ് ചെയ്യുക. എൻ്റെ രണ്ടാമത്തെ സെറ്റ് ബാക്കിന് വേണ്ടിയിട്ടുള്ള കമാൺ മാക്സിമം ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ എൻ്റെ 2 സെറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. 12 റെപ്സിൻ്റെ 2 സെറ്റ് കംപ്ലീറ്റായി. ഇനി ഒരു 15 സെക്കൻഡ് റെസ്റ്റ് എടുത്തതിന് ശേഷം മൂന്നാമത്തെ സെറ്റിലോട്ട് കിടക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. നല്ല ബോഡി വെയ്റ്റ് വർക്കൗട്ടുകളാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം എൻ്റെ മൂന്നാമത്തെ സെറ്റ് ഞാൻ തുടങ്ങുകയാണ്. നിങ്ങളുടെ ബോഡി പോസ്ചർ ഞാൻ ആദ്യം തൊട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ബോഡി പോസ്ചർ കൃത്യമാക്കിക്കൊണ്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. മാക്സിമം ഈ കുനിഞ്ഞുകൊണ്ടുള്ള വർക്കൗട്ടുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ലോവർ ബാക്കിനൊന്നും കൂടുതൽ ഒരു സ്ട്രെസ്സ് കൂടുതലൊരു ഫോഴ്സ് കൊടുക്കാതിരിക്കുക. ഓക്കെ, ലോവർ ബാക്കിനൊക്കെ ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ജീവിതകാലം മുഴുവൻ പ്രശ്നമായിരിക്കും. അതുകൊണ്ട് ലോവർ ബാക്കൊക്കെ എപ്പോഴും നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ വർക്കൗട്ടുകൾ ഏതും തന്നെ ചെയ്യാനായിട്ട്. ഓക്കെ, അത് നമ്മൾ കാലിസ്തനിക് വർക്കൗട്ടുകൾ ചെയ്താലും ശരി തന്നെ, നമ്മൾ വെയ്റ്റ് ട്രെയിനിങ്ങുകൾ ചെയ്താലും ശരി തന്നെ, നിങ്ങൾ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്താലും ശരി തന്നെ, എപ്പോഴും ഇഞ്ചുറീസ് വരാതെ നമ്മൾ സൂക്ഷിക്കുക. കാരണം ഇഞ്ചുറീസ് വരാതെ നമ്മുടെ ബോഡിയെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മൾ വർക്കൗട്ടുകൾ ചെയ്യാനായിട്ട്. ഓക്കെ, അങ്ങനെ എൻ്റെ ബാക്കിൻ്റെ മൂന്നാമത്തെ ഒരു സെറ്റും കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ 12 റെപ്സിൻ്റെ 3 സെറ്റും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഞാൻ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഞാൻ ടയർഡായിട്ടുണ്ട്, നല്ല രീതിയിൽ ഞാൻ വിയർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം എൻ്റെ അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ ലോവർ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ലഞ്ചസ് എന്ന് പറയുന്ന വർക്കൗട്ടാണ്. ഓക്കെ, ലഞ്ചസ് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പം ഞാൻ ലഞ്ചസ് ചെയ്യുന്നത് ഒരു കാലിൽ 10 റെപ്സ് വെച്ചാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ എൻ്റെ ബോഡി പോസ്ചർ കൃത്യമായിട്ട് തന്നെ സൂക്ഷിച്ച് നോക്കിക്കൊള്ളുക. എൻ്റെ ബോഡിയൊക്കെ നല്ല സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ കൂനിയോ നിവർന്നൊന്നുമല്ല, നല്ല കറക്റ്റ് ഒരു 90 ഡിഗ്രിയിലായിരിക്കും എൻ്റെ ബോഡിയുടെ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, കാലുകൾ ഇതേ കണക്ക് വെച്ചതിന് ശേഷം ഒരു കാലിൽ 10, ഇനി അടുത്ത കാലിലോട്ട് ചെയ്യാൻ പോവുകയാണ് 10 റെപ്സ്. ഓക്കെ, ഇത് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തുടകൾക്കും അതങ്ങനെ ഹാംസ്ട്രിങ് ഗ്ലൂട്ട്സ് ഭാഗത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വർക്കൗട്ട് ചെയ്യുന്നത്. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ലോവർ ബോഡി വർക്കൗട്ടാണ് ലഞ്ചസ് എന്ന് പറയുന്നത്.
അപ്പോൾ എൻ്റെ ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞിരിക്കുന്നു. 10 റെപ്സ് വെച്ച് ഞാൻ 2 കാലിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് സെറ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അതിനുശേഷം ഞാനൊരു 15 സെക്കൻഡ് റെസ്റ്റ് എടുക്കുന്നു. ഓക്കെ, അങ്ങനെ ഞാൻ എൻ്റെ രണ്ടാമത്തെ സെറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. കമാൺ, മുമ്പോട്ട് വെച്ചു, കാല് ബോഡി പോസ്ചർ കൃത്യമാക്കുന്നു. അതിനുശേഷം സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 and 10. ഓക്കെ, അങ്ങനെ 10 റെപ്സ് അതിനകത്ത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് വീണ്ടും ഞാൻ അടുത്ത കാലിൽ 10 റെപ്സ് ചെയ്യാനായിട്ട് പോവുകയാണ്. ത്രീ 4 5 6 7 8 9 and 10. ഓക്കെ, അങ്ങനെ എൻ്റെ രണ്ടാമത്തെ സെറ്റും ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇനി വീണ്ടും 15 സെക്കൻഡ് റെസ്റ്റ് എടുക്കുന്നു. അതിനുശേഷം മൂന്നാമത്തെ സെറ്റിലോട്ട് കിടക്കാം. നിങ്ങൾക്ക് ഇത് കണക്കുള്ള വർക്കൗട്ട് പ്രോഗ്രാമുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും വിശദമായിട്ട്. ഓക്കെ, ഞാൻ എൻ്റെ ചെയ്യുന്ന വർക്കൗട്ടുകളെല്ലാം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം. ഓക്കെ, എനിക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വർക്കൗട്ട് ചെയ്യാനും വീഡിയോ എടുക്കാനും അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനും ഒക്കെയുള്ള ഒരു സമയം ചിലപ്പോൾ തികയാതെ വരും. അപ്പോൾ അതാണ് പ്രശ്നമെന്ന് പറഞ്ഞത്. ഓക്കെ, എന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കാം. കാരണം ഇങ്ങനെയുള്ള വീഡിയോകൾ ഇടുന്ന വഴി മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രയോജനം ലഭിക്കുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവർ ഈ വ്യായാമത്തെയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് സന്തോഷമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ള ലഹരികളുടെയൊക്കെ പുറകെ ഓടി നടക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പം, ഒരു യുവതലമുറയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസും വർക്കൗട്ടിനെയൊക്കെ നമ്മൾ സ്നേഹിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു നല്ല മാറ്റം ഉണ്ടാക്കാൻ സഹായിക്കും. ഓക്കെ, നമ്മുടെ ജീവിത വിജയത്തിനും ഒക്കെ സഹായിക്കുന്ന ഒരു രീതിയാണ് ഈ വർക്കൗട്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലഹരികളുടെ ഒന്നും പുറകെ പോകാതെ ഇങ്ങനെയുള്ള വർക്കൗട്ടുകളെയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് അകന്ന് നമ്മുടെ ജീവിതത്തെ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് സുരക്ഷിതമാക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എൻ്റെ ലോവർ ബോഡിക്ക് വേണ്ടിയുള്ള ഒരു വർക്കൗട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്നു. അടുത്ത ഞാൻ 1 മിനിറ്റ് റെസ്റ്റിന് ശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് ആപ്സിൻ്റെ വർക്കൗട്ടായിട്ടുള്ള ക്രഞ്ചസ് എന്ന് പറയുന്ന വർക്കൗട്ടാണ്. ഓക്കെ, അപ്പോൾ ക്രഞ്ചസ് ഞാൻ ചെയ്യുന്നത് ഫ്ലോറിൽ കിടന്നുകൊണ്ടാണ്. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ 15 റെപ്സിൻ്റെ 3 സെറ്റാണ് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇതാണ് എൻ്റെ ലാസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത്. ഓക്കെ, വയറിന് വേണ്ടിയിട്ട് ആപ്സിന് വേണ്ടിയിട്ട് ചെയ്ത് ഞാൻ നിർത്തുകയാണ് വർക്കൗട്ട്. അപ്പോൾ ഇത് ഞാൻ 15 റെപ്സിൻ്റെ 3 സെറ്റാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ആപ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നൊരു വർക്കൗട്ടാണ്. ഇപ്പം ഈ ഇത്രയും വർക്കൗട്ടുകൾ ചെയ്യുമ്പം തന്നെ ഏകദേശം നമ്മുടെ ഫുൾ ബോഡിക്കുള്ള വർക്കൗട്ടുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ ബാക്ക് മസിൽ, ചെസ്റ്റ് മസിൽ, ആപ്സ് മസിൽ, അതിനൊക്കെ തന്നെ ബാക്ക് മസിൽ, ലെഗ് മസിലിനൊക്കെ നമുക്ക് നല്ല ഒരു മൊത്തത്തിലൊരു എഫക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം എൻ്റെ ഫസ്റ്റ് സെറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. 15 റെപ്സിൻ്റെ ഒരു 15 സെക്കൻഡ് ഞാൻ റെസ്റ്റ് എടുക്കുന്നു. അതിനുശേഷം ഞാൻ രണ്ടാമത്തെ സെറ്റിലോട്ട് കിടക്കുകയാണ്. ക്രഞ്ചസ് വളരെ നല്ല ഒരു ആപ്സ് വർക്കൗട്ടാണ്. ഓക്കെ, നമ്മുടെ ആപ്സിൻ്റെ ഫാറ്റ് കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി വർക്കൗട്ടാണ് ക്രഞ്ചസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ക്രഞ്ചസ് തന്നെ തിരഞ്ഞെടുത്തത്. അപ്പം നിങ്ങൾ ഈ വർക്കൗട്ട് ഒന്ന് വീട്ടിൽ ഫോളോ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ തരുന്ന വർക്കൗട്ട് രീതിയാണ്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കൂ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ബിഗിനേഴ്സ് ട്രൈ ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബിഗിനേഴ്സൊക്കെ ഈ ഒരു വർക്കൗട്ട് രീതി പിന്തുടർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചിലപ്പോൾ ശരീരത്തിനൊക്കെ പിറ്റേ ദിവസമൊക്കെ നല്ല ഒരു പെയിനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമ്മൾ ഫുൾ ബോഡിയും നമ്മൾ ആക്ടിവേഷൻ ചെയ്യിപ്പിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു പെയിനൊക്കെ എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ബിഗിനേഴ്സ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും ഫോളോ ചെയ്യാവുന്നതാണ്. ബിഗിനേഴ്സിനും ഫോളോ ചെയ്യാം, പക്ഷെ നിങ്ങൾ റെസ്റ്റ് ടൈമൊക്കെ ഒരുപാട് കൂട്ടി ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സമയം കൂട്ടിയിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് പടപടാന്ന് പറഞ്ഞിട്ടും ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എൻ്റെ 2 സെറ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി അടുത്തായിട്ട് ഞാൻ മൂന്നാമത്തെ സെറ്റിലോട്ട് പോകാൻ പോവുകയാണ്. അപ്പോൾ 15 റെപ്സിൻ്റെ മൂന്നാമത്തെ എൻ്റെ ക്രഞ്ചസ് വർക്കൗട്ടാണ്. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വർക്കൗട്ട് ഫിനിഷ് ആവുന്നതായിരിക്കും. അപ്പം ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് വീട്ടിലെ.
അപ്പം നമ്മൾ ഈ ഒരു വർക്കൗട്ട് കഴിയുമ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്കൗട്ട് കംപ്ലീറ്റ് ആവും. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, വളരെ വിശദമായിട്ട് ഞാൻ ഫുള്ളായിട്ടുള്ള വീഡിയോ എടുത്തിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിക്കുന്നത്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് കരുതുന്നു. കമോൺ, 15 റെപ്സ് പൂർത്തീകരിക്കണം. ഇപ്പോൾ തന്നെ ആപ്സിനൊക്കെ ഒരു നല്ല പിടുത്തം വന്ന് തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. വളരെ എഫക്റ്റീവാണ് ഈ ക്രഞ്ചസ് എന്ന് പറയുന്ന വർക്കൗട്ട്. വേണമെന്നുണ്ടെങ്കിൽ കാലുകൾ ഉയർത്തി നിർത്തിക്കൊണ്ട് നമുക്കിത് ചെയ്യാം, അത് കുറേ കൂടെ എഫക്റ്റീവാണ്. പക്ഷേ ഞാൻ തൽക്കാലം ഈ ഒരു രീതിയിലാണ് ഇന്ന് ചെയ്തത്. അപ്പം ഫ്രണ്ട്സ്, നമ്മുടെ വർക്കൗട്ട് ഫിനിഷായിരിക്കുകയാണ്. ഇപ്പോഴത്തെ എൻ്റെ വർക്കൗട്ടിന് ശേഷമുള്ള കോലമാണിത്. കണ്ടില്ലേ, മൊത്തം വിയർത്ത് ആപ്പാടെ നാശമായിട്ടുണ്ട്. അപ്പം ഇതാണ് ഫ്രണ്ട്സ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ബോഡി കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ക്യാമറയ്ക്ക് അല്പം കൂടെ മുമ്പിൽ വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, അല്പം നല്ല ഫാറ്റായിട്ടുണ്ട്. ബോഡിയിലെല്ലാം തന്നെ, ബോഡിയുടെ ഷേപ്പെല്ലാം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, കാരണം വർക്കൗട്ട് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ചെസ്റ്റിൽ നല്ല രീതിയിൽ ഫാറ്റായിട്ടുണ്ട്, ആപ്സിൽ നല്ല രീതിയിൽ ഫാറ്റായിട്ടുണ്ട്, ബോഡി ഫുള്ളായിട്ട് നല്ല ഒരു ഫാറ്റായിട്ടുണ്ട്. അപ്പം ഇതിനെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത വീഡിയോയിലാണ് വരെ. ബൈ ബൈ.